പ്രവാസികൾക്ക് വേണ്ടി നോർക്ക റൂട്ട് നടപ്പിലാക്കുന്ന മറ്റൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി. ഇത് പ്രധാനമായും ഗുരുതരമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നു. ഈ പോളിസിക്ക് കീഴിൽ 13 ഗുരുതര രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകളും അപകട മരണത്തിന് 3 ലക്ഷം വരെയും അപകടം മൂലമുള്ള ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപ വരെയും പരിരക്ഷ ലഭിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ പ്രീമിയത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് 661 രൂപയാണ് പ്രീമിയമായി വരുന്നത്. 18നും 60നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്ക് ഈ പോളിസിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വർഷമാണ് ഈ പോളിസിയുടെ കാലാവധി. കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും പുതുക്കാവുന്നതാണ്. ഈ കാണുന്ന 13 രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം ഇതിലൂടെ ലഭിക്കുന്നതാണ്. വിദേശത്തോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ 6 മാസത്തിൽ കൂടുതൽ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവർക്കും വാലിഡായ നോർക്ക ID കാർഡ് ഉള്ളവർക്കും ഈ പോളിസിയിൽ അംഗമാകാവുന്നതാണ്. നോർക്ക റൂട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു പദ്ധതിയിലേക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതിനായി നിങ്ങളുടെ മൊബൈലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോർക്ക റൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കാണുന്ന നോർക്ക റൂട്ട് എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ കാണാം, സൈൻ അപ്പ് എന്നും സൈൻ ഇൻ എന്നും. നിങ്ങൾ ഇതുവരെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ അപ്പ് എന്നത് സെലക്ട് ചെയ്ത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുക. നോർക്കയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ വീഡിയോ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ സൈൻ ഇൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 രീതിയിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്, സൈൻ ഇൻ എന്നും സൈൻ ഇൻ വിത്ത് OTP എന്നും. സൈൻ ഇൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ എൻ്റർ ചെയ്യുക. അതിന് താഴെ പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് അറിയാത്തവരാണെങ്കിൽ സൈൻ ഇൻ വിത്ത് OTP സെലക്ട് ചെയ്യുന്നതാവും നല്ലത്. ഇവിടെ സൈൻ ഇൻ വിത്ത് OTP സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കാണാം, ഇമെയിൽ, മൊബൈൽ, വാട്സപ്പ്. വിദേശ നമ്പറിലാണ് നോർക്ക രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ വാട്സപ്പ് എന്നത് സെലക്ട് ചെയ്യുക. താഴെ കൺട്രി സെലക്ട് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ജനറേറ്റ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൽ വന്ന OTP താഴെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഫസ്റ്റ് കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ ഫോർ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി എന്ന് കാണാം. അതിന് താഴെ രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത് 661 രൂപയാണെന്നും ഇൻക്ലൂഡ് GST ആണെന്നും കാണാം. ഇവിടെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം അപ്ലൈ നൗ കൊടുക്കുക. പുതുതായി നോർക്ക കാർഡിന് അപ്ലൈ ചെയ്യുന്ന ടൈമിലും ഈ ഒരു ഇൻഷുറൻസ് പോളിസി കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, അപ്ലൈ ഫോർ പ്രവാസി ID കാർഡ്, അപ്ലൈ ഫോർ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി. ഇവിടെ കാണുന്ന 2 ബോക്സും ടിക്ക് ചെയ്ത ശേഷം അപ്ലൈ നൗ കൊടുക്കുക. ഇവിടെ രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത് 408 രൂപയും 661 രൂപയുമാണ്. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ കാണാൻ സാധിക്കും. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത ടൈമിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ ഡീഫാൾട്ടായി വരുന്നതാണ്. പുതുതായി നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓഫീസ് ഡീറ്റെയിലിൽ കൺട്രി, സ്പോൺസർ നെയിം, അഡ്രസ്സ് എന്നിവ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന NRK ഓവർസീസ് സ്റ്റേ ഡീറ്റെയിലിൽ വിദേശത്തുള്ള നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. നെയിം, റിലേഷൻ, ഏജ്, റെസിഡൻസ് ടൈപ്പ്, നിങ്ങളുടെ ഫാമിലി മെമ്പർ എവിടെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. വിദേശത്താണെങ്കിൽ ഓവർസീസ് സെലക്ട് ചെയ്യുക. ഒക്യുപ്പേഷനും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത ശേഷം ഈ വ്യക്തിയെയാണ് നിങ്ങൾ നോമിനിയാക്കുന്നതെങ്കിൽ ഈ നോമിനി എൻ്റെ നേരെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ഫാമിലി മെമ്പറെ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്യേണ്ടത്. അടുത്തത് വിസ ഡീറ്റെയിൽ ആണ്. ഇവിടെ വിസ നമ്പറും വിസ എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്താൽ മതി. ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷനിലാണ്. ഡിക്ലറേഷന് താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സേവ് ഡീറ്റെയിൽ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കാണാൻ സാധിക്കുന്നതാണ്. താഴെ വിസ പേജ് അഥവാ ഇക്കാമ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് നേരെ കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ടു ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യാനായി പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഇതിലേത് പേയ്മെൻറ്റ് ഓപ്ഷനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. UPI ID ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ UPI ID എൻ്റർ ചെയ്ത ശേഷം
പ്രൊസീഡ് ടു പേയിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ പേ ID ആണ് കൊടുത്തിട്ടുള്ളത്. ഗൂഗിൾ പേയിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് പോയിട്ടുണ്ടാവും. ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അലോ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നോർക്കയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം നെക്സ്റ്റ് പേജിൽ താഴെ കാണുന്ന കണ്ടിന്യൂ ടു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വ്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയുടെ പേജ് ഓപ്പണായി വരും. താഴെ കാണുന്ന ട്രാക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ID എന്നതിന് നേരെയായി പോളിസിയുടെ ID നമ്പർ കാണാം. തൊട്ടടുത്ത് കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായി അനുബന്ധ രേഖകൾ നോർക്കയുടെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്ത രേഖയെല്ലാം ഇൻഷുറൻസ് കമ്പനി വെരിഫൈ ചെയ്ത ശേഷം ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.